ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജാക്കി സീൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ജാക്കി സീൽ എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ, ഒന്ന് ലീക്കിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ്, പിന്നെ ഒന്നെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ജാക്കി ഓട്ടോമാറ്റിക്കായിട്ട് താവണ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ജാക്കി സീൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വണ്ടീൻ്റെ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സീൽ ഏകദേശം ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏതായാലും മാറ്റിയത് നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ ഇതിലൊരു സീലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും കേട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ജാക്കി സീല്. അപ്പോൾ അത് മാറ്റുന്ന വീഡിയോസാണ് നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പ്രോ എന്ന് പറഞ്ഞ ജാക്കിയാണ്. അപ്പോൾ എക്സ്പ്രോൻ്റെ സീല് മാറ്റുന്ന വീഡിയോസാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മൊത്തം അഴിച്ചെടുത്തിട്ട് എല്ലാ സീലുകളും മാറ്റുന്നുണ്ട്. 1-2 സീലെല്ലാം മൊത്തം സീലുകളും മാറ്റിയിട്ടാണ് ഇത് രണ്ടാമത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇത് ഈ വീഡിയോസിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മാറ്റുന്ന സീൽ എന്ന് പറഞ്ഞാൽ പുതിയ സീല് പാക്കറ്റ് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മാറ്റാനുള്ള സീലുകൾ. അപ്പോൾ ഈ സീലൊക്കെ മാറ്റുന്ന വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അഴിക്കുമ്പോൾ ഓയിലൊക്കെ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആ ബക്കറ്റ് ഓയിൽ ചിന്താതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഓയിൽ മാക്സിമം കിട്ടുന്നിടത്തോളം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് അഴിക്കുകയാണ്. അപ്പോൾ ആ അഴിക്കുന്ന വീഡിയോസാണ്. ചെറുതായിട്ട് ടൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് അഴിച്ചെടുക്കുന്ന വീഡിയോസാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴിച്ചിട്ട് പുതിയ സീല് കയറ്റിയിട്ട് സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെറിയ പിസ്റ്റണിൻ്റെ സീലുകൾ മൊത്തം പോയിട്ടുണ്ട്. അതും ദ്രവിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി അതൊക്കെ മാറ്റണം. അതൊക്കെ മാറ്റിയിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളതും എല്ലാ സീലുകളും മാറ്റണം. ഇതിൻ്റെ സീലൊക്കെ പുറത്തോട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഓയിൽ നിൽക്കാത്തത്. ഓയിൽ ജാക്കി പൊക്കുമ്പോൾ ഓയിൽ പുറത്തോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സീല് മാറ്റാൻ ഈ വണ്ടിക്ക് കാരണം. പിന്നെ താവണമുണ്ട്. അപ്പോൾ അതൊക്കെ അഴിച്ചുകൊണ്ട് സീല് മാറ്റുന്ന വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെയും സകല സീലും മാറ്റും. അതിലത്തെ റബ്ബറൊക്കെ പുറത്തോട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റബ്ബറൊക്കെ ലെവലാക്കി ഇട്ടിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ ആദ്യം ക്ലീനാക്കണമൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത പിസ്റ്റണുകളാണ് ഇതൊക്കെ, ഈ 2 പിസ്റ്റണുകളും. അപ്പോൾ ആ പിസ്റ്റണുകളൊക്കെ എടുത്തുകൊണ്ട് ഇനി പുതിയ സീൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പുതിയ സീലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ സീലാണ് അതിന് കയറ്റാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ സീലുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ക്ലീൻ ആക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞാൽ ഡീസലിലൊക്കെ ഇട്ട് കഴുകിയിട്ട് എടുക്കണതാണ്. അപ്പോൾ ഡീസലിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. പിന്നെ ഒരു പൊടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത സീലുകളാണ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പീസായിട്ടുള്ള സീലുകളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതൊന്നും ഇനി രണ്ടാമത് ഇടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ സീലൊക്കെ ഇട്ടുകൊണ്ട് സെറ്റ് ചെയ്യണം നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടൊക്കെ ക്ലീനാക്കി വെച്ചതാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ക്ലീൻ ആക്കണം. അതിന് ശേഷം നമ്മൾ ഗ്രീസൊക്കെ ഇട്ടുകൊണ്ട് സീലൊക്കെ ഓരോന്നോരോ സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം. അപ്പോൾ സീലൊക്കെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ സീലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രീസോ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്യാനുള്ള ശ്രമിക്കണം. അല്ലെങ്കിൽ സീലിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് റീസെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തിരിക്കുന്നതിൻ്റെ പുറത്തുള്ള സീലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടണമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എക്സ്പ്രോ എന്ന് പറഞ്ഞ ജാക്കിയാണ്. എക്സ്പ്രോ ഇവിടെ സ്പെയർ കിട്ടാൻ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. എക്സ്പ്രോൻ്റെ സ്പെയർ കിട്ടാൻ കുറവുമാണ്. അപ്പോൾ എക്സ്പ്രോ അല്ലാതെ ഇത് നമ്മുടെ നാട്ടിലില്ല, വിപ്രോയാണ് കൂടുതലുള്ളത്. അപ്പോൾ എക്സ്പ്രോൻ്റെ ഫിറ്റിംഗാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രോൻ്റെ സീലും വ്യത്യാസം തന്നെ ഉണ്ട്. വേറെ സീലായിട്ട് തന്നെയാണ് വരുന്നത്. ഒരേ പോലത്തതല്ല, കൂട്ടാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ 2 സീലുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ പിസ്റ്റൺ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോയിട്ടാണ് സെറ്റ് ചെയ്ത് പുറത്തിട്ടാക്കി നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ആ ത്രെഡൊക്കെ ടൈറ്റ് ആക്കിയാണ്ട് സെറ്റ് ആക്കിയാണ്ട് അപ്പോൾ വണ്ടിയിൽ പൊക്കി താത്തുന്ന വീഡിയോസും കൂടി കാണിക്കുന്നുണ്ട്. വണ്ടിയിൽ പൊക്കി താത്തുന്ന വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജാക്കി സീല് ഓഫ് ചെയ്യണം.